ശ്രീ ഫക്രുദ്ദീന് ഇഷ്ടമുള്ള ഒരു നേതാവാണ് സഖാവ് പി ജയരാജൻ. എനിക്കിഷ്ടമാണ്. ഞാൻ സഖാവ് ജയരാജൻ്റെ വീട്ടിലും പോയിട്ടുണ്ട്. നമുക്കാർക്കും ചെന്ന് കയറാം. ജയരാജൻ ഇപ്പം എവിടെ? ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രം അറിയാം. ഇപ്പം ചിത്രത്തിലൊന്നുമില്ല. വരാൻ പോകുന്ന ഈ ഒരു സാധ്യതാ പട്ടികയിലും സഖാവ് ജയരാജൻ വന്നിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ജയരാജനെ താഴ്ത്തിക്കെട്ടിയിരിക്കുകയല്ലേ? അല്ല, ജയരാജേട്ടൻ ഇപ്പം പാർട്ടി സെക്രട്ടറി ആയിരിക്കേണ്ട ആളാണ് ശരിക്കും. അല്ലെങ്കിൽ മന്ത്രിസഭയിൽ രണ്ടാമനായിരിക്കേണ്ട ആളാണ്. കാരണം ഈ പാർട്ടിയുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അങ്ങനെ വളരെ താഴെത്തട്ടുന്ന പിണറായിനെ പോലെ തന്നെ കൂത്തുപറമ്പ് സ്കൂളിൽ SFI ഉണ്ടായിക്കൊണ്ട് വന്ന ആളാണ്. പിന്നെ കണ്ണൂർ രാഷ്ട്രീയമായിട്ടുള്ള ഏകോപനം എന്ന് വെച്ചാൽ മോളിന്ന് MP രാഘവൻ തീരുമാനിക്കും, പിണറായി വിജയൻ ജില്ലാ തലത്തിൽ അത് ഏറ്റെടുക്കും, താഴെത്തട്ടിൽ P ജയരാജൻ എക്സിക്യൂട്ടീവ്, അതിൻ്റെ താഴെയാണ് കാരായിമാർ വരുന്നത്, എക്സിക്യൂട്ടീവ്സിൻ്റെ ഏകോപനം. ഇതായിരുന്നു രീതി. അതിനുശേഷം MP രാഘവൻ പുറത്തതിന് ശേഷം പിണറായി തീരുമാനിക്കും, ജയരാജ് ഏട്ടൻ ജില്ലാ തലത്തിൽ അത് ഓർഗനൈസ് ചെയ്യും, കാരായിമാർ ഏരിയ തലത്തിൽ അത് കാര്യങ്ങൾ ഔട്ട് ചെയ്യും. അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിലെ ഒരു കീ പൊസിഷൻ നിന്ന ആളാണ് ജയരാജേട്ടൻ. കണ്ണൂരെ ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റാണ്. എന്നുവെച്ചാൽ ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഞാനങ്ങനെയുടെ പറയാം, നിങ്ങളിങ്ങനെ പോലെ പിള്ളേരെ വരെയൊക്കെ അവിടെ പ്ലേസ് ചെയ്യാൻ നോക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ വേണമെങ്കിൽ അവർ രക്ഷപ്പെട്ട് എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഇവിടെ ഈ നേതാക്കന്മാരെ മക്കളിൽ ആരെങ്കിലും ഈ അസൽ പച്ചയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടെന്ന് പരിക്ക് പറ്റിയിട്ട് അത് അയാളെ അങ്ങയുടെ മോനാണ്. അയാളുടെ ഒരു മോനെ അവിടുത്തെ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം അറിയാലോ, ബോംബ് ഉണ്ടാക്കുന്നതിടെ ബോംബ് പൊട്ടി കൈക്കൊക്കെ പരിക്ക് പറ്റി. അതാണ് P ജയരാജൻ. ഒരാൾ പൊറാട്ട അടിക്കുന്നു, ഒരാൾ ഗൾഫിൽ എന്തോ ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. അതായത് പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഇങ്ങനെ പോസിറ്റീവ് തന്നെയാണ് ഇങ്ങനെ നെഗറ്റീവ് ആയത്. കാരണം കണ്ണൂർ എന്ന് വെച്ചാൽ ഈ പിണറായി കഴിഞ്ഞാൽ ഒരു ആവേശമാണ് P ജയരാജൻ. കാരണം ഈ പ്രവർത്തകരെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളും പ്രൊട്ടക്ട് ചെയ്യുന്ന ആളും. അതുകൊണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അദ്ദേഹം വൈകാരികമായി തന്നെ വ്യക്തിപരമായി തന്നെ അദ്ദേഹം ഇടപെടേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് ഏത് അക്രമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ അദ്ദേഹത്തിന് പേരും വന്നിട്ടുണ്ട്. കണ്ണൂരിലെ രീതി അങ്ങനെയാണ്. അപ്പം ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ കണ്ണൂർ സമാധാനം വരാൻ നമ്മളൊക്കെ ആഗ്രഹിച്ചാണല്ലോ. അപ്പം സമാധാനം വരുന്ന സമയത്ത് എനിക്കൊന്ന് അപ്പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു നിർദ്ദേശം ജയരാജനെ നിലനിർത്തണമെന്നാണ് എനിക്ക് തോന്നുന്നുട്ടോ. എനിക്ക് ചോയ്സ് ഒന്നുമില്ല. കാരണം ജയരാജേട്ടൻ്റെ പ്രശ്നം വെച്ചാൽ രണ്ട് സഹാക്കന്മാർ എൻ്റെ അടിയിൽ സഖാവ് നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പര് ഇറങ്ങും. പിന്നെ അത് ഇപ്പം എന്താ സംഭവിച്ചാൽ കണ്ണൂരിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ലോക്കലൊരു പ്രശ്നമുണ്ട്, അന്ന് തന്നെ ജില്ലാ സെക്രട്ടറിക്കും പിന്നെ സംഘത്തിൻ്റെ തില്ലങ്കരി ചേട്ടനും കോള് പോകും. അപ്പോൾ അവർ പരസ്പരം ബന്ധപ്പെട്ട പ്രശ്നം സോൾവ് ആയി. ഇപ്പം അവിടെ അടുത്തിടെ തലശ്ശേരി ഒരു കാവിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ അടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കേട്ടെന്ന് വെച്ചാൽ അത് കുറച്ച് കഴിയും, ഈ സംഭവം കഴിയുന്നതിന് മുമ്പ് തന്നെ CPM കേന്ദ്രങ്ങൾ നാസ് എന്ന് വിളിച്ചാൽ നിങ്ങളായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് വിളിച്ചത്. അപ്പോൾ പ്രശ്നം സോൾവ് ആയി. അല്ലെ കണ്ണൂർ കത്തനായ മതി. ഒരു കാവിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലാസ് എന്താ വിളിച്ചതാണ്. അപ്പം ജയരാജേട്ടൻ അവിടെ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇത് ഈ രീതിയിൽ നടക്കുമെന്നുള്ളൊരു സംശയമുണ്ട് എന്നാണ് ഒരു കാര്യം. അപ്പം അതുകൊണ്ട് കണ്ണൂരെ സമാധാനത്തിന് വേണ്ടി CPM-മാർ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുഴുത്ത ആടിനെ തന്നെ വെട്ടി ബലി കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. മൂപ്പർക്ക് അതിനെന്ത് പറയാം? മൂപ്പർക്കെതിരെ പാർട്ടി വന്ന രണ്ടും ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം മൂപ്പരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മൂപ്പർക്ക് വെട്ടുകൊണ്ട് ജീവിക്കുന്ന രക്തസാക്ഷിയാണല്ലോ. ആ രീതി പാർട്ടിയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി രാകേഷെല്ലാം കൂടി തീരുമാനിച്ചതാണ് മൂപ്പരെ ഫോട്ടോസൊക്കെ എല്ലാ സ്ഥലത്തും വെക്കാനൊക്കെ. ആ പാർട്ടി എഴുതാനും അത് തന്നെ കാണും. അത് അവസാനം അങ്ങേര് വ്യക്തിപൂജ നടത്തിയെന്ന് എഴുതിയില്ല, ആക്ഷൻ എടുത്തൊന്നും ശരിയായിട്ടില്ല. പക്ഷേ എന്നിട്ട് മൂപ്പരൊക്കെ എന്തിനൊന്നും പ്രതികരിച്ചില്ല. പാർട്ടി എന്ത് പറയുന്നു അതാണ്. ഇന്നും മൂപ്പരൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ വിചാരിച്ചത് ഈ ലോക്സഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷനിൽ കാരണം കുറച്ചും കൂടി ഭരണം ഉറപ്പിക്കാൻ പോപ്പുലർ ആയിട്ടുള്ള നേതാക്കന്മാർക്ക് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ജയരാജേട്ടൻ സീറ്റ് ഉണ്ടാവുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാലോ. പക്ഷേ ജയരാജേട്ടൻ സീറ്റ് സോഫ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും പാർട്ടി അനുയായികൾക്കിടയിൽ. കാരണം അദ്ദേഹത്തിന് പാറശാല തൊട്ട് അങ്ങ് കതിരൂര് വരെയുള്ള പ്രദേശങ്ങളിൽ അനുയായികളുടെ മനസ്സിലൊരു സ്വാധീനമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഗുണം അദ്ദേഹം ഒരിക്കലും പാർട്ടി ലൈനിനെതിരെ നിന്നിട്ടില്ല. അദ്ദേഹം ഇപ്പം വന്ന് 2 ഡയലോഗ് അടിച്ചാൽ അത് ഭയങ്കര വിസ്ഫോടനം ഉണ്ടാക്കും കേരളത്തിൽ. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതൊരു
എന്താണ് പറയുക, ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കണ്ണൂരൊരു സമാധാനം വന്നപ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. പക്ഷെ ജയരാജനെ പലയിടത്തും ഒതുക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. 2019 വടകരയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അല്ല, അത് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിത് കാണണം. അതായത് RSSുമായിട്ട് സമാധാന സംഭാഷണങ്ങൾ തുടങ്ങുന്നു. ആ സമാധാന സംഭാഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പതുക്കെ മാറ്റുന്നത്. അത് പാർട്ടിക്കാർ സമ്മതിച്ചില്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹത്തെ ബാക്കി എല്ലാവരും പിന്നെ മത്സരിച്ച് തോറ്റതിന് ശേഷം പുനഃസ്ഥാപിച്ചു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത്. ഇദ്ദേഹത്തെ മാത്രം പുനഃസ്ഥാപിച്ചിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നല്ല കേസുണ്ട്. കണ്ണൂർ രാഷ്ട്രീയ സംഘർഷമായിട്ട് വന്ന 2 കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അപ്പം ഒരു കണക്കിന് എനിക്കൊന്ന് പാർട്ടി അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാം. കാരണം BJPക്കാരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അവർ ശത്രുവാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം അറിയാലോ. കേന്ദ്ര ഏജൻസികളുണ്ട്, അവർ നാശകോശമായി കളയും. ജയരാജേട്ടൻ ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നത് രാഷ്ട്രീയ സംഘർഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ കേസെല്ലാം കൂടി ഇവന്മാരൊന്നും എടുത്ത് ചവിട്ടി പിടിച്ചു കൊടുത്താൽ ജയരാജേട്ടൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. അതോ ഈ പിന്നെ പിണറായി വിജയൻ ഭയക്കുന്നുണ്ടോ തനിക്ക് മീതെ വരും? ഭയക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ പിണറായി വിജയൻ ജയരാജേട്ടൻ ഒരു ഭീഷണിയൊന്നും അല്ലല്ലോ. കാരണം പിണറായിയാണ്. അന്നേ പിണറായി നേതാവാണ്. ജയരാജേട്ടൻ സ്കൂളിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് അവിടെ ലോക്കൽ നേതാവാണ് പിണറായി. അങ്ങനെ അവർ തമ്മിൽ പ്രായത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല. വേറെ പലർക്കും പേടിയൊക്കെ ഉണ്ടാവും, പക്ഷെ പിണറായി അങ്ങനെ പേടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പിണറായിയെ സംബന്ധിച്ചുള്ള ഈ സമാധാനത്തിന് മുമ്പ് കണ്ണൂർ CPM സംഘടന തുടങ്ങുന്നത് എങ്ങനെയാണ്? ബോഡിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം അതിൽ പിണറായി അന്ന് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. അന്നോട്ട് തുടങ്ങിയതാണ്. അപ്പം അദ്ദേഹത്തിന് ആ പ്രശ്നം തീർക്കണമെന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിച്ചല്ലേ കണ്ണൂർ എന്തായിരുന്നു സ്ഥിതി. അപ്പം അതിന് ഒരു വില കൊടുക്കേണ്ടി വന്നു. അതാണ് കാര്യം എന്നെനിക്ക് തോന്നുന്നു. അല്ല, ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പം ചിത്രത്തിലൊന്നും കടന്നു വരുന്നതായിട്ട് തോന്നുന്നില്ല. അത് അല്ല, പാർട്ടിക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും ജയരാജനെ പോലുള്ള ആളുകളൊന്നും ഇല്ലെങ്കിൽ പോലും ജയിക്കാന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ചിലപ്പം ഒരു റീഡിംഗ് പാർട്ടി നടത്തി നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ജയരാജനെ പോലുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ആ പാർട്ടിയുടെ കാര്യം. ജയരാജേട്ടൻ്റെ കാര്യത്തിൽ ബേസിക്കലി സംഭവിച്ചതാണ്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാണ് കണ്ണൂരെ സമാധാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പറയുന്ന ചിലത് നമ്മൾ എടുക്കണമല്ലോ. ആ രീതിയിൽ ജയരാജേട്ടൻ അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് വന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പാർട്ടിയിൽ പിണറായിക്കല്ല, വേറെ ചിലർക്ക് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ, അദ്ദേഹത്തിലുള്ള ജനസമ്മതിയിൽ പേടിയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ 2 ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നപ്പോഴും ഒന്നാമത്തെ ഫാക്ടറാണ് പ്രധാനം. കാരണം ജയരാജേട്ടൻ എപ്പോഴും യാതൊരു അനുയായികളാണ് പ്രധാനം. ഈ അനുയായികളെ കൂടെ നിൽക്കും അദ്ദേഹം. പക്ഷേ അനുയായികളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സംഘർഷങ്ങളിലേക്ക് അത് പോകും. ഇപ്പം രാകേഷ് ആണെങ്കിലും അതിനുശേഷം വന്ന MP ജയരാജനാണെങ്കിലും ഒന്നും തന്നെ ആ രീതിയിലല്ല. ഒരു ഗോവിന്ദമാഷ് സ്റ്റൈലാണ്. ഗോവിന്ദമാഷ് ഉണ്ടായിരുന്ന സമയത്താണ് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറ്റവും കുറഞ്ഞിരുന്നത്. എന്തെങ്കിലും തല്ലുണ്ടാക്കി എന്നാൽ ഗോവിന്ദമാഷ് ഏറ്റെടുക്കില്ല. അപ്പോൾ ആ സ്റ്റൈലാണ് ഇപ്പോൾ കണ്ണൂരുള്ളത്. അപ്പോൾ ജയരാജേട്ടൻ പണ്ടത്തെ പിണറായി കോടിയേരി ജയരാജൻ ലൈനിൻ്റെ ആളാണ്. അതിൽ കോടിയേരി മരിച്ചുപോയി, പിണറായി മുഖ്യമന്ത്രി, അദ്ദേഹത്തെ അവിടെ സമാധാനം കൊണ്ടുവരണമെന്നുണ്ട്. ജയരാജേട്ടൻ പണ്ടത്തെ ആ ഒരു ലൈനിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. പാർട്ടി പറഞ്ഞതുപോലെ അനുസരിക്കും. എങ്കിൽ പോലും പെട്ടെന്നൊരു റിഫ്ലക്സ് ആക്ഷനിൽ ചിലപ്പോൾ ജയരാജേട്ടനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ജയരാജേട്ടന് കുഴപ്പമില്ല, മുപ്പരാസൽ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് തന്നെ ആയതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. അസൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഭരിക്കാൻ നടക്കുന്ന, അഴിമതി ഇല്ലാത്ത, സ്വജനപക്ഷപാതിത്വം ഇല്ലാത്ത, ഭയങ്കര പോപ്പുലറായിട്ടുള്ള കതിരൂർ വീരനാണ്. അതാണ് ജയരാജേട്ടൻ. അതിൻ്റെ അതർ സൈഡ് എന്താണ്? അങ്ങനെയുള്ള ആളെ വേറൊരു സിസ്റ്റത്തിൽ ചിലപ്പോൾ നമുക്ക് നിലനിർത്താൻ പാടായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.